നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയ്ക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി സമീപവാസികൾ. ആത്മഹത്യാ ഭീഷണി മുഴക്കിയവർ ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു. നാടും നഗരവും നവരാത്രി ആഘോഷത്തിമിർപ്പിൽ. എങ്ങും ഭക്തി നിർഭരമായ ചടങ്ങുകൾ. കേന്ദ്ര സർവകലാശാലയിലെ ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനം ഒക്ടോബർ 8-ന്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ. കുണ്ടംകുഴിയിലെ ജ്വല്ലറി കവർച്ച അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 31ാമത് ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 8-9 തീയതികളിൽ. ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂൾ. മഹാകവി കുട്ടമത്ത് സ്മാരക സമിതി രജത ജൂബിലി നിറവിൽ. ആഘോഷങ്ങൾ ഒക്ടോബർ 8 മുതൽ 11 വരെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ അധികൃതർ നൽകിയ വാഗ്ദാന ലംഘനത്തിനെതിരെ പ്രദേശവാസികൾ നടത്തിവന്ന ആത്മഹത്യാ ഭീഷണിയിൽ നിന്നും 16 പേരും പിന്മാറി. RDOയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരത്തിൽ നിന്നും പിന്മാറിയത്. കേന്ദ്ര സർവകലാശാലയ്ക്കായി പെരിയയിൽ സ്ഥലം ഏറ്റെടുത്തപ്പോൾ കുടിയൊഴിയേണ്ടി വന്നവരാണ് മാളത്തുംപാറ കോളനിവാസികൾ. കോളനിവാസികൾക്ക് ക്യാമ്പസിൽ ജോലി നൽകുന്നതുൾപ്പെടെയുള്ള ഉറപ്പുകൾ 5 വർഷമായിട്ടും നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 16 അംഗങ്ങൾ സർവകലാശാല വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തുടർന്ന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് കലക്ടറുടെയും സർവകലാശാല രജിസ്ട്രാറുടെയും നേതൃത്വത്തിൽ കോളനിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. ഈ മാസം 14-ാം തീയതി ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കാനും ധാരണയായി. അന്ന് ചേരുന്ന യോഗത്തിൽ സമരക്കാരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കും. ഒത്തുതീർപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജോലിയുടെ കാര്യത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം അവർ കേന്ദ്ര സർക്കാരിലേക്ക് ഒരു ലെറ്റർ അയക്കാം. ഇന്ന് തന്നെ 2 മണിക്ക് അകം അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വൈസ് ചാൻസലർ ഇല്ലാത്തതുകൊണ്ട് വൈസ് ചാൻസലർ വന്നതിന് ശേഷം 14-ാം തീയതി ഒരു യോഗം വിളിക്കാമെന്നും ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് അന്ന് MLAയും എല്ലാവരും കൂടിയിട്ട് ഒരു യോഗം വിളിക്കാമെന്നാണ്. പൂർണ്ണമായിട്ടൊരു വിജയമല്ല, എന്നാലും 14-ാം തീയതി ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേസമയം തുടർന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരുമെന്നും കോളനിവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. പെരിയ കേന്ദ്ര സർവകലാശാലയിലെ സംഭവ വികാസങ്ങൾ നേരിട്ടറിയാൻ MLA K. കുഞ്ഞിരാമൻ എത്തിയത് സമരക്കാർക്ക് ആവേശമായി. MLA സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ശേഷമാണ് മടങ്ങിയത്. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ 16ഓളം പേർ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട് എന്ന കാര്യമറിഞ്ഞാണ് ഉദുമ MLA K. കുഞ്ഞിരാമൻ സംഭവസ്ഥലത്ത് എത്തിയത്. MLA എത്തിയിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആരും തന്നെ സംഭവസ്ഥലത്ത് കണ്ടില്ല. ഇതോടെയാണ് MLA ക്ഷുഭിതനായത്. ഉത്തരവാദിത്തപ്പെട്ടവർ എവിടെയാണെന്ന് K. കുഞ്ഞിരാമൻ MLA ചോദിച്ചു. പക്ഷേ ഇവരെ ദ്രോഹിക്കുകയാണ് ഇവർ. ഇവിടുത്തെ ഒരു 28 കുടുംബങ്ങളുണ്ട്. ഈ STSC വിഭാഗത്തിൽപ്പെട്ട ആളുകളും അല്ലാത്ത 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയെന്ന പോലെ അവരെ ദ്രോഹിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വീട് കെട്ടി വേറെ താമസിപ്പിക്കാൻ ഏർപ്പാടാക്കുന്നത് 17-ാമത്തെ ആൾക്ക് 28 ആളുണ്ട് ഒരാൾ. അപ്പോൾ ബാക്കിയുള്ളൊരു പൊതുലായ അർത്ഥം. അപ്പോൾ അവർക്ക് ഇന്നുവരെ ഒരു സൗകര്യം ചെയ്തിട്ടില്ല. നിങ്ങൾ അപ്പുറത്ത് പോയാൽ മതി, അടുത്ത് പോകുന്ന റോഡുണ്ട്, ആ റോഡില്ല. അവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ വലിയൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാണ്. ഏറ്റവും നല്ല വെള്ളം, വലിയ പദ്ധതിയാണ്. ആ കുടിവെള്ള പദ്ധതി ഇവരെ ഈ യൂണിവേഴ്സിറ്റിയിലും അതിലും അതുപോലെ ബന്ധപ്പെട്ട കാര്യം പേര് പൈപ്പെല്ലാം കുത്തി പൊട്ടിച്ചു. ആ കുടിവെള്ളം പോലും അവർക്കില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് താൻ സമരക്കാരോടൊപ്പമാണെന്ന് പറഞ്ഞ MLA സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് സർവകലാശാലയിൽ നിന്നും തിരിച്ചുപോയത്. സർവകലാശാല പരിസരത്ത് ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ സന്നാഹങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കേരള കേന്ദ്ര സർവകലാശാലയിലെ പുരുഷന്മാർക്കും വനിതകൾക്കുമായി നിർമ്മിച്ച ഹോസ്റ്റലുകൾ ഒക്ടോബർ 8-ാം തീയതി ഉദ്ഘാടനം ചെയ്യുമെന്ന് സർവകലാശാല ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര മാനവ വിഭവ വികസന മന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് ഹോസ്റ്റലുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഒക്ടോബർ 8-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ അധ്യക്ഷത വഹിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP, K. കുഞ്ഞിരാമൻ MLA, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർ, രജിസ്ട്രാർ പ്രൊഫസർ KP സുരേഷ്, പരീക്ഷാ കൺട്രോളർ V. ശശിധരൻ, ഫിനാൻസ് ഓഫീസർ ഡോക്ടർ K. ജയപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സർവകലാശാല ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന ശനിയാഴ്ച 8-ാം തീയതി
പുതിയ ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. MHRDയുടെ സഹമന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് നിർവഹിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് പരിപാടി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കേന്ദ്രമന്ത്രിയുമായി സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സാങ്കേതിക വികസനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സംവാദം നടത്തും. നിർമ്മാണം പൂർത്തിയായ വനിതാ ഹോസ്റ്റലിന് നിള എന്നും പുരുഷ ഹോസ്റ്റലിന് പെരിയാർ എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ MS ജോൺ, ഡോക്ടർ KP സുരേഷ്, V ശശിധരൻ, ഡോക്ടർ K ജയപ്രസാദ്, KG രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ ദേവീക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മീപ്പുഗിരി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് നടന്നുവരുന്നത്. മീപ്പുഗിരി ദുർഗാ പരമേശ്വരി ദേവി സന്നിധിയിൽ വ്യാഴാഴ്ച ചണ്ഡിക മഹായാഗവും അന്നദാന വിതരണവും നടന്നു. ഉച്ചയ്ക്ക് സുധാകര കോട്ടേക്കുഞ്ചത്തായ സീതാ കല്യാണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹരികഥ അവതരിപ്പിച്ചു. ನಾನೇ ಬ್ರಹ್ಮ ಎನ್ನುವುದು ಅದ್ವೈತ, ನಾನು ಬ್ರಹ್ಮನಲ್ಲಿ ಎಂಬುದು ವಿಶಿಷ್ಟಾದ್ವೈತ, ಬ್ರಹ್ಮನಿಂದ ನಾನು ಎಂಬುದು ಭಕ್ತಿವಂತ ಹೇಳಿದ್ರೆ ಈ ದೇಹ ಇದು ಪರಮಾತ್ಮನ ಅಧೀನ. ഭാസ്കര കളയങ്ങാട് ഹാർമോണിയവും തിരുമലേഷ് തബലയും കൈകാര്യം ചെയ്തു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഉമേഷ് തന്ത്രിയാണ് ആഘോഷ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും അന്നദാനവുമുണ്ട്. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജ്വല്ലറിയിൽ കവർച്ച നടന്നത്. DYSP MV സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കടയിൽ നിന്നും 35ലധികം വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കോൺക്രീറ്റ് ജോലിക്കായി ഉപയോഗിക്കുന്ന കട്ടിംഗ് മെഷീൻ കൊണ്ടാണ് ജ്വല്ലറിയുടെ ഷട്ടർ തുറന്നത്. ഗ്ലാസ് പൊളിച്ച് അകത്ത് കടക്കുമ്പോൾ പ്രതികൾക്ക് മുറിവേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ കാരണം ജ്വല്ലറിക്കകത്ത് രക്തത്തുള്ളികൾ കണ്ടതുകൊണ്ടാണ്. കവർച്ച നടത്തിയവർ ഓട്ടോറിക്ഷയിലാണ് വന്നതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. തൊട്ടടുത്ത് സ്ഥാപിച്ച CCTVയിൽ രാത്രി 12 മണി മുതൽ തൊട്ടടുത്ത ദിവസം 5 മണി വരെ ഓട്ടോകൾ മാത്രമേ കടന്നു പോകുന്നതായി കാണുന്നുള്ളൂ. ഇനി ഓട്ടോയുടെ നമ്പർ കണ്ടെത്തി അന്വേഷിച്ചാൽ കവർച്ചാ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ജ്വല്ലറിയുടെ പിറകുവശത്തു കൂടിയാണ് സംഘം അകത്ത് ചെന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ജ്വല്ലറിയിൽ കവർച്ച നടന്ന വിവരം അറിയുന്നത്. കുണ്ടംകുഴിയിൽ നടന്ന കവർച്ചയ്ക്ക് സമാനമായ കവർച്ച നടന്ന സംഭവങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ 31ാമത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 8, 9 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലക്കുന്ന് ഗ്രീൻവുഡ്സ് പബ്ലിക് മൈതാനിയിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത സ്കൂൾ, കോളേജ് ക്ലബ്ബുകളിലെ 1200ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. 10, 12, 14 വയസ്സുവരെയുള്ളവരുടെ മത്സരങ്ങൾ ഒക്ടോബർ 8-നും അതിന് മുകളിലുള്ളവരുടെ മത്സരങ്ങൾ ഒക്ടോബർ 9-നും നടക്കുമെന്ന് അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദീർഘദൂര ഓട്ട മത്സരങ്ങൾ ഒക്ടോബർ 8-ന് വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കും. ഒക്ടോബർ 28 മുതൽ 30 വരെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെയും നവംബർ 18 മുതൽ 20 വരെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെയും ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് T. ശ്രീധരൻ നായർ, സെക്രട്ടറി PV ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് P. മാധവൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാകവി കുട്ടമത്ത് സ്മാരക സമിതിയുടെ രജത ജൂബിലി സമാപനവും കുട്ടമത്ത് ജന്മദിനാഘോഷവും ഒക്ടോബർ 8 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ നടത്തുന്നു. രജത ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനം 8-ന് രാവിലെ 11 മണിക്ക് മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവത്തൂർ പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ഡോക്ടർ PV കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, P. ശശിധരൻ, സജീവൻ കുട്ടമത്ത്, ജയൻ പറമ്പത്ത്, MV ഷിബിൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരൻ രജത ജൂബിലി ഹാൾ 8-ന് രാവിലെ 11-ന് ഉദ്ഘാടനം ചെയ്യുന്നതോടെ രജത ജൂബിലി സമാപനത്തിന് തുടക്കമാകും. അന്ന് വൈകിട്ട് 4-ന് കുട്ടമത്ത് നഗറിൽ നിന്നാണ് മഹാകവിയുടെ പ്രതിമ സ്വീകരണ ഘോഷയാത്ര പൊന്മാലത്തേക്ക് പുറപ്പെടുക. 25 കലാകാരന്മാരും 25 വാദ്യക്കാരും ഘോഷയാത്രയിൽ അണിനിരക്കും.
തുടർന്ന് കലാ സാംസ്കാരിക പ്രവർത്തകരെ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ആദരിക്കും. 9, 10 തീയതികളിൽ കുട്ടമത്ത് പൊന്മാലത്ത് അക്ഷരദീപം തെളിയിക്കും. 11 പകൽ 12 പിറന്നാൾ സദ്യ. അന്ന് വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുട്ടമത്ത് പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും. എം രാജഗോപാലൻ MLA അധ്യക്ഷനാകും. മഹാകവിയുടെ അർദ്ധകായ പ്രതിമ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അനാവരണം ചെയ്യും. ശില്പി സുരേന്ദ്രൻ കുക്കാനത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ആദരിക്കും. കോഴിക്കോട് രംഗഭാഷയുടെ കുടുംബനാഥന്റെ ശ്രദ്ധയ്ക്ക് എന്ന നാടകത്തോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. തലപ്പാടി ദേശീയപാതയ്ക്ക് സമീപം മഡ്ക ചൂതാട്ടം നടത്തുന്ന പെട്ടിക്കടകൾ പോലീസ് നീക്കം ചെയ്തു. കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കടകൾ നീക്കം ചെയ്തത്. 4ഓളം പെട്ടിക്കടകളാണ് കുമ്പള CIയുടെ നേതൃത്വത്തിലുള്ള സംഘം നീക്കം ചെയ്തത്. ഇവിടെ സ്ഥിരമായി മഡ്ക ചൂതാട്ടം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടി കൈക്കൊണ്ടത്. രാവിലെ തുറക്കുന്ന പെട്ടിക്കടകളിൽ രാത്രി വൈകും വരെയും ചൂതാട്ടം നടക്കുകയാണ്. 4 പെട്ടിക്കടകളിലും നിരവധി പേരാണ് ഇത്തരം ചൂതാട്ടങ്ങൾക്കായി എത്തിച്ചേരുന്നത്. മുൻപ് നിരവധി തവണ പോലീസ് താക്കീത് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ഇവർ ചെവിക്കൊണ്ടില്ല. ഇതിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പോലീസ് ഇവ നീക്കം ചെയ്തത്. നീലേശ്വരം പള്ളിക്കര പീപ്പിൾസ് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച ലൈബ്രറിയന്മാർക്കുള്ള പരിശീലനം സമാപിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലനം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ അംഗ ഗ്രന്ഥശാലയിലെ ലൈബ്രറിയന്മാർക്ക് ഒരു മാസക്കാലത്തെ വിദഗ്ധ പരിശീലനം നൽകി വരികയാണ്. പള്ളിക്കര പീപ്പിൾസ് ലൈബ്രറി ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിക്ക് സമാപനമായി. 34 പേരാണ് പരിശീലനം നേടിയത്. സമാപനം നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അഭിവാദ്യം ചെയ്യുവാനും എൻ്റെ ഒരു വിനയപരമായ അഭിനന്ദനം രേഖപ്പെടുത്തുവാനും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം നേതൃത്വം നൽകിയ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ കർമ്മനിരതരായ സെക്രട്ടറി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അപ്പുകുട്ട മാസ്റ്റർ, അപ്പുകുട്ട വക്കീൽ മാസ്റ്റർ, ഈ അക്ഷരമായി ബന്ധപ്പെട്ടവർ മുഴുവൻ മാസ്റ്റർ അറിയാതെ പറഞ്ഞു പോകും. അതിന് പിന്നെ ആകാതില്ല അപ്പുകുട്ട മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ അപ്പുകുട്ടന് കർമ്മരംഗത്ത് എല്ലാ സഹായ സഹകരണങ്ങൾ പിന്തുണ നൽകുന്ന ജില്ലാ ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ P പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. KV ഉഷ, V ചന്ദ്രൻ, K നാരായണൻ, രാമചന്ദ്രൻ, K കൃഷ്ണൻ, മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയിൽ PVK പനയാൽ സ്വാഗതം പറഞ്ഞു. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കി ഗോപാലൻ എന്ന കർഷകൻ. പ്രവാസി ജീവിതത്തിന് വിട നൽകിയാണ് മടിക്കൈ കൂലോം റോഡിലെ ഈ കർഷകൻ മണ്ണ് പൊന്നാക്കിയത്. പ്രവാസ ജീവിതത്തിന്റെ ഓർമ്മകളായി വിറക്കി ഇനിയുള്ള ജീവിതം ഗ്രാമത്തിന്റെ വിശുദ്ധിയിലൂടെയും കാർഷിക വൃത്തിയിലൂടെയും മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ച കർഷകനാണ് മടിക്കൈ പഞ്ചായത്തിലെ കൂലോം റോഡിലെ T ഗോപാലൻ. 16 വർഷത്തെ പ്രവാസ ജീവിതം നിർത്തി നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഈ കർഷകൻ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചിരുന്നു, ഇനിയുള്ള തന്റെ ജീവിതം കാർഷിക മേഖലയ്ക്ക് സമർപ്പിക്കുമെന്ന്. അങ്ങനെ നീണ്ട 20 വർഷക്കാലമായി കാർഷിക വൃത്തിയിൽ വിജയഗാഥ കൊയ്യുകയായിരുന്നു ഗോവിന്ദൻ. എട്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി വ്യാപിച്ചു കിടക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഗോപാലന്റെ കൃഷിയിടത്തിലുണ്ടെന്ന് പറയാൻ ആരും മടിക്കില്ല. പാവക്ക, വെണ്ട, പച്ചമുളക്, അടക്ക തുടങ്ങി കുള്ളൻ തെങ്ങും അൽഫോൺസാമാവും ഈ കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ലും ഇവിടെ അർത്ഥവത്തായിരിക്കുകയാണ്. 8 ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഒരു 5 ഏക്കർ റബ്ബറാണ്. പിന്നെ ഒരു 700 വാഴ ഉണ്ട്. ഇപ്പോൾ അതിലൊരു 200 കൊത്തിക്കൊണ്ടിരിക്കുന്നു. 200 ഇപ്പോൾ കൊത്താനായിട്ടുണ്ട്. പിന്നെ 200 ചില്ലറ 300 അടുത്ത് ഒരു അരവാഴ ആയതാണ്. പിന്നെ അൽഫോൺസം ആവും തയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. കഴുങ്ങ് കുള്ളൻ, തെങ്ങ് കുള്ളൻ എല്ലാം പുതുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. നേരം പുലരുന്നതിന് മുൻപേ ഗോപാലൻ കൃഷിയിടത്തിൽ എത്തും. പുലർച്ചെ 2 മണി മുതലാണ് കൃഷിയിടത്തിലെ പണികൾ ആരംഭിക്കുന്നത്. 700ഓളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യലാണ് ആദ്യത്തെ ജോലി. പിന്നെ കൃഷിയിടത്തിൽ വെള്ളം നനയ്ക്കുകയാണ്, തടമെടുക്കുകയും ചെയ്യും. അങ്ങനെ കൃഷിപരിപാലന ജോലികൾ രാത്രി 9 മണിവരെ നീണ്ടു നിൽക്കും. കൃഷിയെ സഹായിക്കാൻ ഭാര്യ ഗിരിജയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന രാവിലെ 2:30 മണിക്ക്. 2:30 മണിക്ക് വെച്ചാൽ 3-3:15 ടാപ്പിങ്ങിന് പോകും. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് കോഴിയുടെ പണി, ഷീറ്റ് ഇടൽ, ഭാര്യയുടെ പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ട്.
ജോലിക്കാരെ കിട്ടുന്നില്ല എന്നൊരു പരാതി ഈ കർഷകന് ഉണ്ടായിരുന്നെങ്കിലും കൃഷിയിടത്തിൽ പകലന്തിയോളം ജോലി ചെയ്ത് ആത്മസംതൃപ്തിയടയുകയാണ് ഗോപാലൻ. ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂരിൽ നടന്നു. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിലാണ് ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷന്റെ ഭാഗമായി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണന് സ്വീകരണം സംഘടിപ്പിച്ചു. കൺവെൻഷൻ TV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ 8 കൊണ്ട് നമ്മൾ കിട്ടുന്ന ഈ വേതനം വളരെ പരിമിതമാണ്, പരിതാപകരമാണ്. ഞാനിത് മുമ്പേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ആകുമെന്ന് കണ്ടിട്ടുണ്ടല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. കയ്യൂരിലും വലിയ കോവിലും അതുപോലെ പല പ്രദേശത്തുമുള്ള കോവിൽ അടക്കമുള്ള ചില ഖാദി കേന്ദ്രങ്ങളുമായിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. എന്നെ ആദ്യമായിട്ട് ഞാൻ ഈ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് ചാർജ് എടുക്കുമ്പോൾ അതിനു മുമ്പും എടുത്തു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് നിങ്ങൾ ഈ വേതനം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ്. ഈ വേതനം പോരാ നമ്മുടെ സംസ്ഥാനത്തെ ഈ തൊഴിലാളികൾക്ക്. ഖാദി തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ മിനിമം വേതന കമ്മിറ്റി രൂപവൽക്കരിക്കണമെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. ദിവസവേതനം 500 രൂപയായി ഉയർത്തണമെന്നും അതിന് നിലവിലുള്ള മിനിമം വേതന നിരക്കിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ P കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു. P ഓമന, K നാരായണി, K സതീശൻ, M ബാലകൃഷ്ണൻ, C യശോദ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ മടക്കരയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എഞ്ചിൻ ഓയിൽ വിപണന ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ബോധവൽക്കരണം. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ 2 ദിവസങ്ങളിലായി നടത്തുന്ന 2T ഓയിൽ വിപണന ക്യാമ്പയിന്റെ ഭാഗമായാണ് മടക്കര തുറമുഖത്തെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ജില്ലാ മാനേജർ K വനജ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 3 പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഈ 3 പൊതുമേഖലാ എണ്ണ കമ്പനികളുമായി ഓരോ വർഷവും അവർ 3 പേരെയും വിളിച്ച് അവരുമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് ഓയിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ധാരണയിലെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഈ വർഷം, ഈ കഴിഞ്ഞ 2 വർഷവും നമുക്ക് HPCയിലാണ് ഓയിൽ നൽകി വരുന്നത്. K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഔട്ട്ബോർഡ് എഞ്ചിനീയർ ഓയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് HPCL സെയിൽസ് ഓഫീസർ S ഗോപൻ ക്ലാസ് എടുത്തു. മത്സ്യഫെഡ് അസിസ്റ്റന്റ് മാനേജർ KH ഷെരീഫ്, K മോഹനൻ എന്നിവർ സംസാരിച്ചു. മത്സ്യ സഹകരണ സംഘം ഭാരവാഹികൾ, ഭരണസമിതി അംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ലേലം വിളിക്കുന്ന തൊഴിലാളികൾ, ബോട്ട് ഉടമകൾ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്തു. 1 ലിറ്റർ മണ്ണെണ്ണയിൽ 3 ml 2T ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ക്യാമ്പയിനിൽ പങ്കെടുത്തവരെ ബോധ്യപ്പെടുത്തി. ആധുനികവൽക്കരണത്തിന്റെ ബഹളത്തിനിടയിലും പഴയ കാർഷിക രീതികളെ സ്വാഭിമാനം നെഞ്ചേറ്റുകയാണ് മടിക്കൈ മലപ്പച്ചേരി ചെറൂട്ട തറവാട്. വിതയും കൊയ്ത്തും മെതിയുമെല്ലാം തൊഴിലാളികളെ കൊണ്ടുതന്നെ നടത്തിയാണ് ചെറൂട്ടക്കാർ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ആധുനിക കാലത്ത് കൂലിപ്പണിക്കും കാർഷിക ജോലികൾക്കും ആളുകളെ കിട്ടുന്നില്ലെന്ന പരാതിയാണ് ഭൂരിഭാഗം പേരും ഉയർത്തുന്നത്. കർഷക തൊഴിലാളികളെ കൃത്യമായി ജോലിക്ക് കിട്ടുന്നില്ലെന്നും നെൽകൃഷി ആധാരകരമല്ലെന്നും ചൂണ്ടിക്കാട്ടി നിരവധി കർഷകരാണ് മറ്റ് തൊഴിൽ മേഖലയിലേക്ക് ചേക്കേറുന്നത്. ഇതിനിടയിലാണ് നെൽകൃഷി പാരമ്പര്യ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി മടിക്കൈ മലപ്പച്ചേരിയിലെ ചെറൂട്ട തറവാട്ടുകാർ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. പാരമ്പര്യമായി ഇപ്പോഴത്തെ മെഷീനും മറ്റുമുള്ള കാലത്തിനേക്കാൾ പഴമയിലേക്ക് പാരമ്പര്യത്തോട് ഈ തറവാടിൻ്റെ കാര്യങ്ങൾ പഴയ രീതിയിലാണ് പോകുന്നത്. 4 ഏക്കറോളം കൃഷിയിടങ്ങളും അതുകൊണ്ടാണ് തറവാട് വീടും മറ്റ് കഴിഞ്ഞു പോകുന്നു. പഴയ രീതിയിൽ തന്നെ ഇതുപോലും തറവാട്ടിലെ മരുമക്കളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. 4 ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ നെൽകൃഷി ചെയ്തു വരുന്നത്. ചെറൂട്ട് തറവാട്ടിലെ ലക്ഷ്മി അമ്മയും മരുമകളുമാണ് ഉത്സാഹത്തോടെ കൃഷികാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത്.
മലയോര മേഖലയുടെ ഉന്നമനത്തിനും കാർഷിക സംസ്കൃതിയുടെ സംരക്ഷണത്തിനുമായി താൽപര്യപൂർവ്വം പ്രവർത്തിച്ചിരുന്ന ചെറൂട്ട ചാത്തുനായരുടെ പിൻതലമുറയും കാർഷിക പാരമ്പര്യത്തിന്റെ നന്മയിലാണ് പൂർണ്ണ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്. യന്ത്രസാമഗ്രികൾ വിതയും കൊയ്ത്തും മെതിയുമെല്ലാം ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ കൃഷിയെ പഴമയുടെ നന്മയോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരെല്ലാം താൽപ്പര്യപ്പെടുന്നത്. പുതിയ തലമുറ കൃഷിയിലേക്ക് കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കണമെന്ന അഭിപ്രായമാണ് ഇവർക്കുള്ളത്. വിഷമില്ലാത്ത അന്നം കഴിക്കാൻ നാടിനും നാട്ടുകാർക്കും അവസരമുണ്ടാക്കണമെന്ന ആഗ്രഹമാണ് ഇവർക്കെല്ലാം ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർവകലാശാലയ്ക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി സമീപവാസികൾ. ആത്മഹത്യാ ഭീഷണി മുഴക്കിയവർ ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു. നാടും നഗരവും നവരാത്രി ആഘോഷത്തിമിർപ്പിൽ. എങ്ങും ഭക്തി നിർഭരമായ ചടങ്ങുകൾ. കേന്ദ്ര സർവകലാശാലയിലെ ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനം ഒക്ടോബർ 8-ന്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ. കുണ്ടംകുഴിയിലെ ജ്വല്ലറി കവർച്ച അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 31ാമത് ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 8-9 തീയതികളിൽ. ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂൾ. മഹാകവി കുട്ടമത്ത് സ്മാരക സമിതി രജത ജൂബിലി നിറവിൽ. ആഘോഷങ്ങൾ ഒക്ടോബർ 8 മുതൽ 11 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.